കോതമംഗലം കുട്ടൻപുഴയിൽ യുവാവിനെ കാട്ടാന കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം അടങ്ങുന്നില്ല. വന്യമൃഗങ്ങളുടെ ആക്രമണം തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ ഫെൻസിംഗ് അടക്കമുള്ള പ്രതിരോധ മാർഗങ്ങൾ ഉടൻ നടപ്പിലാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഫെൻസിങ്ങും പ്രദേശത്ത് വഴിവിളക്കുകളും സ്ഥാപിക്കുന്നത് സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയിരുന്നു. വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നുണ്ട്. കിരണ, കുട്ടൻപുഴയിലെ യുവാവിനെ കാട്ടാന കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം അടങ്ങുന്നില്ല അല്ലേ? നിഖിലെ, ഏതായാലും ഈ കുട്ടമ്പുഴയിലെ ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് തടയാൻ വേണ്ടിയുള്ള പ്രതിരോധ സംവിധാനങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ കളക്ടർ അടക്കമുള്ള ആളുകൾ ഇവിടെ പ്രദേശത്തെത്തിയ സമയത്ത് വലിയൊരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് തന്നെയാണ് ഏതായാലും നിർമ്മാണ പ്രവൃത്തികൾ ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിരുന്നതാണ്. ഇതിപ്പോഴും തുടരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഹിറ്റാച്ചിയുടെ യന്ത്രമടക്കം എത്തിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾ, പ്രത്യേകിച്ച് ഈ ട്രെഞ്ച് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സർവേ അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നതാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നബാർഡിൻ്റെ ഫണ്ട് ഇത്തരത്തിൽ ട്രെഞ്ചുകളും ഫെൻസിങ്ങുകളും സ്ഥാപിക്കുന്നതിന് വേണ്ടി നേരത്തെ അനുവദിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് വനമേഖലയിൽ ഇത്തരത്തിലൊരു നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനകളും സർവേകളൊക്കെ ഈ ഉദ്യോഗസ്ഥർ ആരംഭിച്ചിരുന്നതാണ്. ഇതിന് തുടർച്ചയായി തന്നെയുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നു വരുന്നത് എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഏതായാലും വലിയൊരു പ്രതിഷേധത്തിന് തന്നെയാണ് ഇന്നലെ കുട്ടമ്പുഴ സാക്ഷ്യം വഹിച്ചത്. ഇത്തരത്തിൽ ജനങ്ങൾ വലിയ രീതിയിൽ തന്നെ കളക്ടറെ തടഞ്ഞുകൊണ്ടുള്ളൊരു പ്രതിഷേധത്തിലേക്ക് കടന്നുകൂടി തന്നെ ഈ കാര്യങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഫെൻസിങ് സംവിധാനങ്ങളിലേക്ക് ഏതായാലും അത് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നതാണ്. ഏതായാലും ആ കാര്യങ്ങൾ അതിപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ജനങ്ങൾ നേരത്തെ നമ്മൾ സംസാരിച്ച സമയത്ത് തന്നെ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുണ്ട്. ഇത്തരത്തിൽ ഫെൻസിങ് വെക്കുക അല്ലെങ്കിൽ ട്രെഞ്ച് നിർമ്മിക്കുകയോ ചെയ്തിരുന്നാൽ മാത്രം പോരാ, RRT സംവിധാനം കൂടി ശക്തിപ്പെടുത്തണം എന്നുള്ളൊരാവശ്യം തന്നെയാണ് കുട്ടമ്പുഴയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ മേഖലകളിൽ ഈ കുട്ടമ്പുഴ പഞ്ചായത്തിൻ്റെ തന്നെ മേഖല 3 DFOമാരുടെ കീഴിൽ വരുന്ന സ്ഥലങ്ങളാണ്. ഇതിൽ പ്രത്യേകിച്ച് ഈ നേര്യമംഗലത്തിൻ്റെ മേഖലയിൽ വരുന്ന സ്ഥലത്ത് RRT ശക്തമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മറ്റു മേഖലകളിൽ RRT സംവിധാനം ഇല്ല എന്നുള്ളൊരു പരാതി തന്നെയാണ് ജനങ്ങൾ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഈ ഫെൻസിങ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ മാത്രം പോരാ, ഇതിനൊപ്പം തന്നെ RRT സംവിധാനം കൂടി ശക്തിപ്പെടുത്തണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നിഖിൽ.